അപ്പോൾ മക്കൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് കരിയത്തുംപാറ മക്കാണ്. കരിയത്തുംപാറ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ആ സ്ഥലമാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് ബാവാൻ്റെ വൈക്കുമ്മലാണ്. ബാവ വന്നിട്ടില്ല, പക്ഷെ ബാവക്ക് വേണ്ടി ഇപ്പം നമ്മുടെ അടുത്ത വൈക്കാണ്ടത്. അപ്പോൾ ഉമ്മച്ചി തവിളിലേക്ക് മുങ്ങണേ പോലെന്നാ. ഇപ്പം നമ്മൾ പോകാൻ പോവുകയാണ്. നമ്മൾ ചായ അടിച്ചിട്ട് ചായ ഇനി കുടിക്കും. പോണ വൈക്കൊന്ന് പറഞ്ഞെങ്കിൽ കുടിച്ചിട്ട് വേണം പോകാൻ. ഇപ്പം നമ്മളിവിടെ വെണ്ണക്കാട് പറഞ്ഞ ഒരു സ്ഥലത്താണുള്ളത്. പോയിക്കൊണ്ടിരിക്കാണ്, എത്തിയിട്ടില്ല. നമ്മള് എവിടെ എത്തിയാനോ? എന്ത് സ്ഥലം? വെണ്ണക്കാട്. ഞങ്ങൾ തൂക്കുപാറ കണ്ടപ്പോൾ നിർത്താൻ വിചാരിച്ചാ കേട്ടോ. പക്ഷെ ഇവിടെ കണ്ട പാലം പൊളിയാനയക്കണ്. ആരും പുറത്തുള്ള ആരും കയറരുത് അറിയാണ്ട്. അപ്പുറത്തുള്ള നാട്ടുകാർക്ക് മാത്രം പോകാൻ പറ്റിയൊരു ഇതാണ്. എന്താ ഇത് പൊളിയാനയക്കണ് പറഞ്ഞു. പിന്നെ നമ്മള് വെറുതെ കയറിക്കാണ്ട് ഒരു സ്ഥലത്ത് വന്നുകാണ്ട് പ്രശ്നമാക്കണ്ടല്ലോ. അങ്ങനെ നമ്മള് കയറിയിട്ടില്ല. ഞാൻ ആകെ ടയേർഡ് ആയിക്കണേ. കാരണം ഇനിയും കുറെ പോവാണ്ട്. ചായ അടിച്ചിട്ടില്ല, രാവിലെ നേരം വൈകി ഇറങ്ങിയതുകൊണ്ട് തന്നെ. ഇനി കുറച്ചധികം നേരം പോവാണ്ട്. ഇതിൽ പോയിട്ട് ബാക്കി കൂടിയാൻ പറയണം. നല്ല രസമുള്ള സ്ഥലം കേട്ടോ. ഇനി പോകാനുള്ള റൂട്ടൊക്കെ നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പൊ ഇനി എത്തിയിട്ട് ബാക്കി കാഴ്ചകളും കാണിച്ചു തരാം. പോണ വഹിക്കാനുള്ളതാണ്. ആദ്യം ചായ അടിക്കണം. ഫസ്റ്റ് ചായ കുടിക്കണം. ഈ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 68 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. നിന്നോടക്ക് പോണീനെക്കാട്ടി കുറച്ചും കൂടി നീളം. അത്രേ ഉള്ളു. ഇപ്പൊ 9 മണിക്കാണ് ഓപ്പൺ ആവുക. പക്ഷെ കുറച്ചും കൂടി കറക്റ്റ് 9 മണിക്ക് ഓപ്പൺ ആകുന്ന സമയത്ത് കയറിയാണെങ്കിൽ നല്ല രസമായിക്കാരം. വെയിലൊന്നും ഇല്ലാഞ്ഞാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മള് വാറിന് എന്റെ ഉപ്പ കേട്ടോ. എന്റെ ഉപ്പാനെ വാറില്ല. ഉപ്പാന്റെ ബൈക്കൊക്കെ വന്നിട്ടുള്ളത്. എന്റെ ബൈക്ക് അവിടെ ഉണ്ട്. ബൈക്ക് ഇങ്ങനെ പോന്ന് പോവല്ലേ ഇങ്ങനെ കിട്ടാൻ. നമ്മ മറ്റേ സാധനം കാണിച്ചു കൊടുത്താ. സ്ഥലത്തോട്ടാ മഴ തന്നൂടെ. നല്ല അടിപൊളിയായിട്ടാനോ. മഴ ഇല്ലാത്തോണ്ടാണ്. മഴ നല്ല സൂപ്പർ സെറ്റ് സ്ഥലമാണ്. ഫുൾ പച്ചപ്പേക്കരം. അവിടെ എന്തൊക്കെ ഇത് ചെയ്യട്ടോ. എന്താ വെച്ചെങ്കിൽ ഇവിടുത്തെ അന്നങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിരുന്നു കേട്ടോ. ഇവിടെ ഭയങ്കര രസമാണ്. പച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പച്ചപ്പേന്. മഴയൊന്നും പെയ്യാത്തോണ്ടാവുന്നുണ്ട്. വലിയ നേക്കിട്ടാണ്. പിന്നെ സമയം നേരം പോയി പോയിട്ടോ. 9 മണിക്കാണ് ഇതാക്കുക, ഓപ്പൺ ആക്കുക. ആ സമയത്ത് കൃത്യമായിട്ട് വന്നിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ക്ലൈമറ്റ് കൂടുതലുണ്ടാവും. ഈ സമയത്ത് പറഞ്ഞപ്പോൾ നേരം വൈകിയില്ലേ. 11 മണിയൊക്കെ ആയി. വരുമ്പോൾ തന്നെ എന്താ വെയിൽ. ഇവിടെ പിന്നെയും കുഴപ്പമില്ല കേട്ടോ വെയിൽ. പിന്നെ കണ്ണട വെച്ച് നോക്കണോണ്ട് കുറച്ചും കൂടി തണലുള്ളതായി തോന്നുന്നുണ്ട്. അത്ര തന്നെ. അവിടെ വെള്ളമൊക്കെ ഉണ്ട്. വെള്ളം ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു മരത്തിൻ്റെ തണലുണ്ട് കേട്ടോ. അവിടെ പോയി കുത്തിറക്കട്ടെ. 60 റുപ്യാണ് ടിക്കറ്റ് ഇങ്ങോട്ട് ഒരാൾക്ക്. അതപ്പോൾ 120 റുപ്യ എടുത്ത് രണ്ടാളിപ്പോൾ കയറിയതല്ലേ. എങ്ങനെ ഇപ്പോൾ വെയിലാറാൻ ഇറങ്ങി പോവാ. വെയിലെടുക്കാൻ ഇവിടെ ഒറ്റ വന്നും ചെയ്ത്. ഞാൻ 2ാമത്തെ പ്രാവശ്യമായിട്ട് വരുന്നത്. അന്നും ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് ഒന്ന് കുത്തിർന്നിട്ട് പോവാം. എത്ര ഇപ്പോൾ റോഡ് പണിയൊക്കെ ഇനി ആ പൊടിയും വെയിലെ കൊണ്ട് ഇത്ര നേരം വന്നിട്ട്. സ്ഥലം അടിപൊളിയാണ്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ എന്ത് പറ്റി? ഞാൻ വന്ന സമയം തെറ്റിപ്പോയോ? ഒരു ഐഡിയ ഇല്ല. നോ ഐഡിയ. ഒരു അടിപൊളി മരട്ടോ. രസമുണ്ടല്ലോ. ഞാൻ എന്തൊരു ബ്യൂട്ടി. രസമുണ്ട്. കുറച്ചു നേരം നമുക്ക് ഇവിടെ ഇരിക്കാം. എന്ത് തോന്നണോ?
സ്ഥലം കണ്ടിട്ട് ഒറ്റ വെയിലും കൊണ്ട് വന്നത് നഷ്ടമായ? മഴ പെയ്താല് തീരാവുന്ന പ്രശ്നമുള്ളൂ. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ബ്യൂട്ടി പറഞ്ഞാല് ഞാൻ പറഞ്ഞിട്ട് കേരളത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ചെയ്യാണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ കരുത്തുംപാറ എന്ന് പറഞ്ഞാൽ. ഇതിനടി നല്ല വെള്ളാരം കല്ല് പോലത്തെ കല്ലാട്ടോ. ഇങ്ങനെ അപ്പുറം മുറിച്ച് കിടക്കുമ്പോൾ വെള്ളം കുറവാണ്. വെള്ളം മറ്റേ ഇങ്ങനെ ഒലിച്ചിങ്ങനെ പോവേനി. എന്തോ വെള്ളം കേടന്ന് മഴ ഇത് കലങ്ങി അങ്ങനെ എന്തൊക്കെയോ ഒരു ഇതാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോൾ കണ്ടപ്പോൾ മൂഡ് പോയി. അന്ന് കണ്ടൊരു വ്യൂവേ ഇല്ല, സ്ഥലമേ ഇല്ല. അതുകൊണ്ട് ഒരു രസം കിട്ടണില്ല. എന്താപ്പോൾ പറയാ, ഞാനൊരു നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ കാണിക്കാച്ചിട്ട് വന്നേന്, പക്ഷെ ഒന്നും റെഡി ആവാത്ത പോലെ. നല്ല വെയിലാണ്ട് മരത്തണലിൽ ഇങ്ങനെ കുത്തിറക്കാണ്. എന്താ എടുത്ത് പോണോ? നല്ല വെയില, വിചാരിച്ചായി നടന്നില്ല. എന്താ ഇനി എന്താ അടുത്ത പ്ലാൻ? എന്താ അടുത്ത പ്ലാൻ എന്താ അറിയില്ല. ഇപ്പോഴും കാലാവസ്ഥ അതാ, വെയിലാണ്, ഭയങ്കര വെയില് കണ്ടില്ലേ. അവിടുന്ന് കുട്ടികളിങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കും കേട്ടോ. ആ കാണുന്ന സ്ഥലം അവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടി ഇങ്ങനെ വരും അവിടുന്ന് ഇങ്ങനെ. അപ്പം നല്ല രസമാണ്. ഇതിപ്പോൾ മഴ ചെയ്ത വെള്ളം വന്നുണ്ട് ഈ കാണുന്നതൊക്കെ, അതുകൊണ്ട് ഒഴിക്കില്ല. അവിടെ നിന്ന് വെള്ളം വരാത്തതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കണ ഈ വെള്ളമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ രസമില്ല. അവിടുന്ന് വെള്ളം ഇങ്ങനെ ചാടി ചാടി ഇങ്ങനെ വരും. അപ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ നല്ല ക്ലിയർ വെള്ളവും നല്ല രസമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെയിലറിയിട്ട് അവിടെ പോയിക്കാണ് നമ്മൾ കാണിച്ചു തരാം എന്താണ് കുഴപ്പമെന്ന് വെച്ചാൽ അല്ലേ. അപ്പം അനിയോ നമ്മളെന്താ എങ്ങോട്ടേക്ക് പോകാൻ പോകണം അറിയാം? ആ ലാസ്റ്റ് അത് അങ്ങോട്ട് കാണിക്കും. ആ ലാസ്റ്റ് ഒന്ന് ഇങ്ങനെ പോയി ആ ലാസ്റ്റ് അറ്റം കണ്ടാ അവിടെ അറ്റം പോകും. അറ്റം പോയിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഷോർട്സ് ഷോർട്സ് ഇങ്ങനെ നടക്കുക. ഇങ്ങനെ നടക്കുന്ന അടിയിൽ അടുക്കാൻ ഇങ്ങോട്ട് തിരിക, ഇങ്ങോട്ട് തിരിക, ഇങ്ങനെയൊക്കെ ആക്കുക. അങ്ങനെയൊക്കെ ഒരു പോക്ക് പോയാൽ നമുക്ക് നല്ല റീൽ എടുക്കാം. എൻ്റെ ഇപ്പം നടന്ന ബുദ്ധി പറയോ? ഇല്ല. ഞാൻ ഇപ്പം എന്താ എന്നെ പറ്റി ഒന്നും പറയാത്ത അറിയോ? ഉമ്മച്ചി പറഞ്ഞ എന്നെ പറ്റി വീഡിയോയിൽ എന്നെ കളിയാക്കി കാണാണെങ്കിൽ ഒന്നും പറയരുത്. അതുകൊണ്ടാ പറയാത്തത്. ഞാൻ തമാശക്കാരനൊന്നും ഉമ്മച്ചി പറ്റണം. എന്താണ് എൻ്റെ അഭിപ്രായം? അന്നല്ല എനിക്ക് ഉമ്മച്ചി കിട്ടണം. വെളിച്ചം കുറഞ്ഞ വെയിൽ കുറച്ച് തണലായപ്പോൾ വന്നാ കേട്ടോ. ചൂടിനൊരു കുറവില്ല. അമ്മ ചൂട് ഭയങ്കരം. എല്ലാം അടിപൊളി കേട്ടോ, രക്ഷയാ സ്ഥലമാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ അവിടുന്ന് വെള്ളം ഇങ്ങനെ ചാടി വരണം, ഒഴുക്കുവാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒഴുക്കുവാണ്. മറ്റേ വെള്ളം ഒരു കെട്ടിയെടുക്കുന്ന വെള്ളം പോലെ ആയില്ലേ. പിന്നെ പോരാത്തതിന് ഇത് വേണം, രാവിലെ നേരത്തെ എത്തണം, ഒരു തണൽ വേണം. ഒരു മഴയൊക്കെ പെയ്താണ്ട് ഒരു ഇതൊക്കെ ഒന്ന് പച്ചപ്പ് ഒന്നും കൂടി പച്ച വിടവ് നിൽക്കുമല്ലോ മഴയൊക്കെ പെയ്യുമ്പോൾ. ആ ഒരു കോലത്തിലാണോ? അതാണല്ലോ എല്ലാ സ്ഥലവും ഇത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നാളെ വയനാടോ എറണാകുളമൊക്കെ പോകാൻ വിചാരിച്ചു കഴിഞ്ഞ്. പക്ഷേ ചൂടുകൊണ്ട് എന്തോ അപ്പോൾ ഇതിവിടെ ഇവിടെ അല്ല ഇറങ്ങിയത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയാണ് പോകണ്ടോ. ഇവിടെ ചെറിയൊരു കിടങ്ങുണ്ട്. ഇതിന് ചാടി അപ്പുറം ആയിട്ട് ഇനിയിപ്പോൾ ഏതായാലും വെയിൽ കാത്തുണ്ട് അറിയാം. ഇതിൻ്റെ അപ്പുറത്ത് 2-3 സ്ഥലങ്ങളുണ്ട്, അവിടെയും കൂടി പോകാനുള്ളതുകൊണ്ട് നോക്കണ്ട. എന്നിട്ട് ചോറിനാകുമ്പോൾ എത്തുക വെച്ച് അനു. അപ്പുറത്ത് കുറേ പാടുണ്ട്. അഞ്ഞാ എന്താണ് എന്താ കാട്ടണ ശ്രദ്ധിച്ച് നടക്കണ്ടേ? അണ്ട് കുട്ടികളൊക്കെ എന്തായാലും വെള്ളത്തിൽ എടുത്ത് ചാടുണ്ട്. പിളി 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 അങ്ങനെ ചാടന്നെ പെണ്ണ്.
ഈ കൈ ഉണ്ടല്ലോ, ഈ കൈ ഇട്ടാ കഴിഞ്ഞ് പിന്നെ എവിടെയും പോയി നോക്കും. എന്ത് പറയും എന്ത് എപ്പോ ഇപ്പം അപമാനിച്ചോ? ഇപ്പം അപമാനിച്ച കേസ് ഇല്ല. ഉള്ള പറഞ്ഞാലും അപമാനമാവും. ഇവിടെ എത്തിട്ടാ, ഇവിടെ എത്തി ഗ്യാസ്, ഇവിടെ എത്തി. ഭയങ്കര കോൾ. നീ ഇവിടെ വെക്കല്ലേട്ടാ. ഓ സാഹസികമായി ഞാൻ കഴിച്ചില്ലായിരിക്കുന്നു. ഹലോ ഇവരേട്ടാ അനു പണ്ടങ്ങൾ പോയിരുന്നത് ആരൊക്കെ വന്നില്ല. ഞാൻ കണ്ടിട്ട് അങ്ങോട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. ഇവിടെ നല്ല ഈ വെള്ളാരങ്കല്ല് കണ്ടോ? ഇവിടെ ഇങ്ങനെ ഒരു കാശ്മീരത്തൊക്കെ ഒരു ടച്ച് ചെയ്യുന്നു. ഇവിടെ കാശ്മീർ ഹിമാചൽ പ്രദേശ് അങ്ങനത്തെ സ്ഥലത്തുണ്ടാവില്ല ഇങ്ങനെ ഉരുളങ്കല്ലും വെള്ളം ഇങ്ങനെ ചാടി വരുന്നതൊക്കെ മണലാട്ടോ അത്. അങ്ങനെ നല്ല രസമാണ്. അവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചാടി വരും. പോയൊക്കെ അത് ഞങ്ങൾ കുളിച്ചൊക്കെ എഴുതിന് ഇവിടെ. ആ ഏരിയയിലായിക്കാണ്ട് ഞങ്ങൾ കുളിച്ചിരുന്നത്. ഇവിടെ നിന്ന് വെള്ളമൊക്കെ ഇരട്ടോ, നിറച്ച് വെള്ളമൊക്കെ ഇരോ ഇവിടെ ഇങ്ങനെ. ഇവിടെ ഇങ്ങനെ കൈ പിടിച്ച്, കാരണം ഈ ഉരുളങ്കല്ലുമ്മലൊക്കെ തട്ടി ഇങ്ങനെ മുഖാൻ പോകും നടക്കുമ്പോൾ. ഞാൻ പറഞ്ഞ ഇതാണ്. ഇപ്പം തന്നെ ഇതിൽ കൂടെ നടക്കാൻ വയ്യട്ടോ, കാരണം ഈ കല്ല് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഷേപ്പായിട്ടുള്ള കല്ലാണ്, വെള്ളം തട്ടിക്കാണ്ട്. അപ്പോൾ വെള്ളം കൂടി ഉണ്ടാകുമ്പോൾ നമ്മൾ കല്ല് കാണൂലല്ലോ. അപ്പോൾ ഇങ്ങനെ തപ്പി തടഞ്ഞ് ഇങ്ങനെ പോകും. ചിലപ്പോൾ വീഴുകയൊക്കെ ചെയ്യും. പാൻറ്റൊക്കെ മുട്ടിൻ്റെ അറ്റം കയറ്റി ഫോണൊക്കെ സേഫാക്കിയാണ് അപ്പം അന്ന് ഞങ്ങൾ പോവാം. എന്തായാലും ഇപ്പോൾ ഇത് ഷൂ ഊരേണ്ടി വരും. ഷൂ ഇല്ലാതെ പോകാൻ കഴിയൂല. അല്ല ഞാൻ ഷൂ ഊരേണ്ടി വരില്ലേ? ഇവിടുത്തെ വെള്ളം നല്ല വ്യൂ ആട്ടോ ഇവിടുന്ന്. ഈ കരിയത്തുംപാറ എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ പെട്ട സ്ഥലമാണ് കേട്ടോ. കോഴിക്കോട് ജില്ലയിൽ പെട്ട അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരു മിനി സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളായ സ്ഥലമാണ്. ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇത് കണ്ട് ആരും ഈ സ്ഥലത്തിന് ആരും വിലയിരുത്തണ്ട. അതിപ്പോൾ ഏത് സ്ഥലത്തിനും അതിൻ്റേതായിട്ടുള്ള ക്ലൈമറ്റും ഒരു സീസണൊക്കെ ഉണ്ടല്ലോ. ആ ഒരു സമയത്ത് വന്നാൽ അടിപൊളിയാണ്. കുറച്ചും കൂടിയൊക്കെ മഴ പെയ്ത് വെള്ളമൊക്കെ ചാടുമ്പോൾ ആ ഒഴുക്കുള്ള സമയത്ത് വന്നാൽ നല്ല രസകരം ഇവിടെ കാണാനുണ്ടാവുക. നമ്മളിപ്പോൾ ആ സ്ഥലത്തേക്കാട്ടോ പോണത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയൊരു മാറ്റമുണ്ട്. ടിക്കറ്റിന് ഇവിടെ 60 റുപ്യല്ല കേട്ടോ, സോറി അത് എനിക്ക് മാറിപ്പോയതാണ്. 30 റുപ്യുണ്ട് ടിക്കറ്റിന്, ഒരാളുടെ ടിക്കറ്റിന്. രണ്ടാൾക്കാണ് 60 റുപ്യ ആയത്. ആ സ്ഥലം കേട്ടോ ലാസ്റ്റ്. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം കണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് പോയൊക്കെ വിചാരിച്ച് ഞങ്ങൾ ലാസ്റ്റ് കാണാൻ എൻഡിക്കട പോണത്. അവിടെ പോയി നോക്കുക. അവിടെ നിന്ന് എന്ത് അവിടെ സ്ഥലം പോയി വയ്ക്കാറില്ല, അവിടെ നിന്ന് വ്യൂ എന്താണെന്ന് അറിയുള്ളൂ. അപ്പം നമ്മൾ അവിടെ പോയി നോക്കുക. അവിടെ നല്ല രസം ഉണ്ടാവും എനിക്ക് തോന്നുന്നത്. വെള്ളം ഈ സൈഡിലേക്കൊക്കെ ഇറങ്ങിയിട്ടോ, കുറച്ച് ഈ സൈഡിലേക്ക് വെള്ളം ഇറങ്ങിയാണ്. ഇതുണ്ട്. പിന്നെ കുറേ ഫാമിലി കപ്പിൾസ് കുറേ ഉണ്ട്. അത് ഓഫ് സീസൺ ആയാലും എല്ലായിടത്തുള്ള പോലെ കപ്പിൾസ് വരുന്നുണ്ട്. ഫാമിലീസ് കുറവാണ്. പൊതുവേ ഇന്ന് ആൾ കുറവൊക്കെ വരും. കാരണം ഇപ്പോൾ ഞായറാഴ്ചയും ശനിയാഴ്ച ഒന്നുമല്ലല്ലോ, ലീവുള്ള സ്ഥലമല്ലോ. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറവ് ആൾക്കാരുതിയിലുണ്ടെന്ന്. പക്ഷികൾ കിട്ടാനല്ലേ. അത് ലാൻഡ് ചെയ്യണത്. നമുക്കിതിൻ്റെ അറ്റത്ത് കൂടെ പോവാം. ഇവിടെ ഒരു പോത്ത് വള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതാ പറക്കണം കുട്ടികള്. അങ്ങനെ ഗൈസ് നമ്മൾ ഈ അറ്റത്ത് എത്തിക്കുന്നു കേട്ടോ. നമ്മൾ എവിടുന്ന് പോന്നേ? അവിടുന്ന് വന്നത്. ആകെ പേടെന്താ വെച്ചാൽ ഇപ്പം കുറേ നേരമായിട്ട് എന്നെ നോക്കുന്നുണ്ട്. ഏതാ ഒരു വ്ളോഗർ, പുതിയൊരു വ്ളോഗർ വിചാരിച്ചിട്ടുണ്ട്. ഓടിക്കോ ഒരു ഭയം. ഒരു മക്കളെ ഒരു തണൽ വന്നപ്പോഴത്തേന് കരുത്തുംപാറിൻ്റെ ബ്യൂട്ടിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. മഴക്കാറാണ് വന്നിട്ടുണ്ട്. ഒരു മഴയും കൂടി പെയ്തുകയാണെങ്കിൽ ഇപ്പോൾ ഈ ചൂടിനൊക്കെ ഒരു ആശ്വാസമായിക്കാണ്ട് ഞങ്ങൾ മഴ കൊണ്ടാലും ഇവിടെ നിൽക്കണതാണ്.
കാരണം ഇവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഫാമിലിനായിട്ടൊക്കെ വന്നിട്ട് ഇവിടെ പുറത്ത് റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്, ഫുഡ് കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ഫുഡൊക്കെ കഴിക്കുക. അങ്ങനെ ചിലവഴിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഏരിയക്ക് വന്നിക്കാണ് ഒരു ദിവസം ചിലവഴിക്കാനുള്ള ഇവിടെ തന്നെ ഉണ്ട്. കരത്തുംപാറ വന്ന് ഈ ടിക്കറ്റുമ്പോൾ തന്നെ അടുത്ത് തോണിക്കടവ് പോവുക, പിന്നെ വേണമെങ്കിൽ കക്കയം ഡാം പോവുക. കക്കയം ഡാം ഫോറസ്റ്റാണ്, ടിക്കറ്റൊക്കെ എടുത്തുകയാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. കാടിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളൊരു യാത്ര, അതൊക്കെ അതിമനോഹരമായിട്ടുള്ളൊരു യാത്രയാണ്. ഗൈസ്, അനാഥമായി കിടക്കുന്ന വാട്ടർ ബോട്ടിൽ ഞങ്ങളതാണ്, പെരുമെടുക്കാറിനോടെ വെച്ചതാണ്. പക്ഷേ നമ്മൾ പ്ലാസ്റ്റിക് ഭയങ്കര ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട സാധനമാണ്. നമ്മൾ ഒരു ലൈസും പാക്കറ്റ് പോലും ഞാൻ റോട്ടും വലിച്ചെറിയലില്ല. ഒരു ചായ ഗ്ലാസ് ഒക്കെ നിക്ഷേപിക്കേണ്ട സ്ഥലത്താണ് ഞാനത് ഒഴിവാക്കലുള്ളൂ. അപ്പോൾ എപ്പോഴും എല്ലാവരും അത് ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ സ്ഥലത്ത് വന്നാണ്ട് കുപ്പിയും വെള്ളമൊന്നും ഒരിക്കലും ഇട്ട് നമ്മൾ രസമുള്ള സ്ഥലങ്ങൾ കേടത്തരുത്. അതിപ്പോൾ മറന്നു വെച്ചാട്ടോ, ഞാൻ എടുക്കാൻ പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ പ്രശ്നമില്ല കേട്ടോ. ഇവിടെ വെള്ളക്കുപ്പി ഞാൻ അയാളോട് ചോദിച്ച് ടിക്കറ്റ് എടുക്കുമ്പോൾ ഇതിനുള്ളിൽ വാട്ടർ ബോട്ടിൽ കയറ്റാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, നോ പ്രോബ്ലം, നിങ്ങൾക്ക് കൊണ്ടുപോയിക്കോളി പറഞ്ഞു. അങ്ങനെ എല്ലാവരും കടത്തി ഇവിടെ ഉണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു വേസ്റ്റ് ഒന്നും കാണുന്നില്ല. ഒരു ക്ലീൻ ചെയ്യണതാണോ അല്ലെങ്കിൽ എല്ലാവരും അത് പാലിക്കണതാണോ എന്നറിയില്ല. അനിയോ വാ, ഞാൻ ഒറ്റക്ക് പോയില്ല. ഏയ് നമുക്ക് ഫ്രീ ആയിട്ട് മസാജ് കിട്ടുന്നു കേട്ടോ കാലിന്. പൈസ എടുത്താണെന്ന് ഓടി പോണ്ട. അങ്ങനെ വെയിലത്തു നിന്നൊക്കെ കയറി ഇപ്പോൾ തണലത്ത് നിൽക്കാൻ ഇവിടുന്ന് പോകാൻ പോവുകയാണ്. ഇനി അടുത്ത ഈ ടിക്കറ്റ് മറ്റേ തോണിക്കാട് പോകാറില്ല. അപ്പോൾ തോണിക്കാടും കൂടി പോയിട്ട് ഇവിടുന്ന് സ്ഥലം വിടാൻ പോകണം. എന്താ പശുവിനൊക്കെ ആരോ കൊടുന്ന് കെട്ടിക്കണേ ആരും. ഞാൻ ഇവിടുന്ന് വീഡിയോ അവസാനിപ്പിച്ചതാ പോവാണ്. ഇനി അടുത്ത വീഡിയോയുമായി കാണുമ്പോൾ ഇതാണ് നമ്മൾ അവിടുന്ന് പറഞ്ഞ തോണിക്കടവ് പാർക്കാണത്. നല്ല ഗാർഡനിങ് ചെയ്തിട്ടുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത്ര വന്നില്ല, അതിനാട് നല്ല രീതിയിൽ ചെയ്തിരിക്കണം. ഇപ്പോൾ കുറച്ചുള്ളൂ കേട്ടോ. അവിടുന്ന് 1 കിലോമീറ്ററും കൂടി ഇല്ല, അതിലും കുറവാണ്. 1 കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് വരുന്നുള്ളൂ. അവിടുത്തെ ആ ടിക്കറ്റ് തന്നെ മതി എടുക്കും. ഞങ്ങളവിടെ എത്തിയിട്ടുള്ള ഇത് കാണിച്ചു തരാം. തോണിക്കടവ് പറഞ്ഞാൽ ഇവിടെ കുട്ടികളെ പാർക്കൊക്കെ ഇതുണ്ട് കേട്ടോ. ഊഞ്ഞാല് കാര്യങ്ങളുണ്ട്, ഇതേപോലെ ഇരിക്കാനുള്ള ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. അതിൻ്റെ മേലെ ആ കാണുന്നതാണ് വാച്ച് ടവർ. അതിന് മേലെ കയറി കുറച്ചും കൂടി വ്യൂ കിട്ടും. പിന്നെ ഈ സമയത്തൊക്കെ ഇവിടെ വന്നാലും നമ്മളെ അവസ്ഥ തന്നെ കയറി. ഇപ്പോൾ ചൂടെടുത്ത് വയർത്ത് കുളിച്ച് വെയിലുണ്ട്, ആകെ ഒരു ഇടങ്ങാറാണ്. ഇടങ്ങാറ് എല്ലാവർക്കും ഉണ്ടാവും ഈ സമയത്തൊക്കെ ടൂർ പോകുമ്പോൾ. അപ്പോൾ സ്ഥലങ്ങൾ കുഴപ്പമില്ല, ഒക്കെ കാലാവസ്ഥേൻ്റെ കുഴപ്പങ്ങളാണ്. സ്ഥലങ്ങളെല്ലാം അടിപൊളിയാണ്, ബ്യൂട്ടിഫുള്ളാണ്. എല്ലാ സ്ഥലങ്ങളും ബ്യൂട്ടിഫുള്ളാണ്, ആസ്വദിക്കാൻ അറിയുന്നവർക്ക്. അപ്പോൾ മക്കളെ, നമ്മളിന്ന് രാവിലെ പറഞ്ഞ പോലെ പ്രകൃതി കന്നൊരുക്കിയ സ്ഥലമാണ് എന്ത്, നമ്മളെ കോഴിക്കോട് ജില്ലേൻ്റെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള നമ്മളെ കരയത്തുംപാറ. ആ കരയത്തുംപാറ അതിമനോഹരമായ കാഴ്ച കാണണമെങ്കിൽ ഞാൻ പറഞ്ഞു വെയിൽ പാടില്ല, കാലാവസ്ഥ അതിന് കനിഞ്ഞൊരുങ്ങി തരണം. നമ്മൾ ചുട്ടു പൈത്തൊരു കാലാവസ്ഥയിൽ നിന്ന് കുറേ ഞാൻ വീഡിയോ എടുത്ത്. അപ്പോൾ ഇതാ ഫോണിൻ്റെ മുന്നായിട്ട് നമ്മൾ പ്രകൃതിയെ ഇഷ്ടപ്പെട്ടാൽ പ്രകൃതി നമുക്ക് കനിഞ്ഞൊഴുകി തരുമെന്ന് പറഞ്ഞത് വെറുതെ അല്ല. അത്രയും പ്രകൃതിയെ ഞാൻ ഇഷ്ടപ്പെടലുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയൊരു മഴ ആയിട്ട് അത് കണക്കൂട്ടുകയാണ്. ഇതാ മഴ ഇപ്പോൾ പെയ്യും കണ്ടോ. അവിടെ നിന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു രാലെന്തോ ചാടി. കാലാവസ്ഥ നിങ്ങൾ കണ്ടോളി, കരുത്തുംപാറൻ്റെ വേറൊരു കോലം. ഞാൻ വീഡിയോ ഫസ്റ്റ് പറഞ്ഞ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കാണും ഈ തുടക്കത്തിൽ. വീഡിയോൻ്റെ ലാസ്റ്റിക്ക് ഇത് വരും. ഇതിപ്പോൾ ലാസ്റ്റ് ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ രണ്ടിന് വ്യത്യാസം. കാലാവസ്ഥ ഒരു സ്ഥലത്തിന് ഏത് കോലത്തിൽ മാറ്റം വരുത്തണമെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ അത് കാണാം.